ഇത് കണ്ണൂർ ജില്ലയിലെ കുറ്റാട് പഞ്ചായത്തിലുള്ള കെ.എ. കൃഷ്ണൻ നമ്പ്യാർ സ്മാരക AUP സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂൾ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്, വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികൾ. അപ്പോൾ ഇന്നിവിടെ കുട്ടിച്ചന്ത എന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതും അതിൻ്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് കടക്കാം. കുറ്റാട് പഞ്ചായത്ത് മെമ്പറായ മൂന്നാട്ടൻ കുട്ടിച്ചന്ത ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്കൂളിലെ മാഷന്മാർക്ക് പുറമെ ബാലകൃഷ്ണൻ മാഷ്, പ്രഭാരൻ മാഷ് ഇവരിൽ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്, ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നിവിടെ വിൽക്കുന്ന സാധനത്തിൻ്റെ വില വിവര പട്ടിക റെഡിയാക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലല്ല ഒരു ചന്തയിൽ പോയി അതേ ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഓരോ സ്ഥലത്തുനിന്നും ഓരോ രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കുന്നത്, അതുപോലെ കലവില ഒച്ച, ഇതെല്ലാം ഭയങ്കര ശരിക്കൊരു മാർക്കറ്റിൽ പോയി അതേ ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇപ്പം നാരങ്ങ വെള്ളം വിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കുറേ കുട്ടികൾ വാങ്ങി കുടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാൾ കക്കരിക്ക് വിളിച്ചു പറയുന്നുണ്ട്. നല്ല മാർക്കറ്റിൽ പോയി അതേ ഫീൽ തന്നെയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇല്ലത്. നല്ല മേച്ചൊരു കച്ചവടക്കാരിയാണിത്. ഇവിടെ ഇപ്പോൾ പേപ്പർ കൊണ്ട് എന്തെല്ലോ ഉണ്ടാക്കിയിട്ട് കാണുന്നുണ്ട് നമ്മൾ. കുട്ടിച്ചന്ത അതായത് കുട്ടി കർഷകരുടെയും കുട്ടി ഉൽപ്പാദകരുടെയും ഒരു വിപണിയാണ്. അതായത് കുട്ടികൾ വീടുകളിൽ കൃഷി ചെയ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ, അവർ നിർമ്മിച്ച മറ്റ് വിഭവങ്ങളൊക്കെ സ്കൂൾ ചന്തയിലേക്ക് കൊണ്ടുവരികയും അവർ കച്ചവടം ചെയ്യുകയും ചെയ്യുന്നു. അതിനൊരു വിപണി ഇവിടെ ഉണ്ട്. വിലവിവര പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ തന്നെ തൂക്കം നോക്കിയിട്ട് അവർ തന്നെ കച്ചവടം ചെയ്യുന്നു. വാങ്ങുന്നത് രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും മറ്റു കുട്ടികളും ചേർന്നാണ്. ഇതിലൂടെ കുട്ടികൾക്കൊരു കച്ചവടം എന്താണെന്നും, അതായത് പഴയ കാലത്തിലുള്ള കച്ചവട രീതികൾ എന്താണെന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ഉൽപ്പന്നത്തിൻ്റെ, ഒരു കാർഷിക വിളയുടെ വിപണി മൂല്യം എത്രയാണെന്ന് അറിയുന്നതിലൂടെ ഒരു കുട്ടി കർഷകയെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി സ്കൂളിൽ ഒരു കട എന്ന സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിനകത്ത് ഒരു കട പ്രവർത്തിക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഏത് സമയം വേണമെങ്കിലും കടയിലൂടെ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാം. അതുപോലെ തന്നെ സ്കൂളിനകത്ത് 3 പൊതുസ്ഥാപനങ്ങളും ഒരു ജുഡീഷ്യൽ സംവിധാനവും പ്രവർത്തിക്കുന്നു. ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്, ബാങ്കിനോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ കട എന്ന് പറയുന്നൊരു പൊതുസ്ഥാപനവും, കൂടാതെ ഒരു ജുഡീഷ്യൽ സംവിധാനമായ സ്കൂൾ കോടതി. ഇത്രയും സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പൊതുവിദ്യാലയമാണ് നമ്മുടേത്. ആ ഒരു അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ അത് അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിക്കാണ് കണ്ണൂർ ജില്ലയിലെ ഇന്നോവേറ്റീവ് സ്കൂള് ജില്ലയിൽ 1ാം സ്ഥാനം നമുക്ക് ലഭിക്കുന്നത്. ഒരു രക്ഷിതാവ് അവരുണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കാണുന്നുണ്ട്. കളർ കടലാസ് കൊണ്ട് നല്ല പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പൂരത്തിനിൽ ഉണ്ടാക്കുന്ന അടി ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൂമ്പ് വെക്കാൻ വേണ്ടി വെച്ചിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാന്താരി മുളകും വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം മാങ്ങ മുറിച്ച് കഷ്ണാക്കിയിട്ട് മുളകെല്ലാം പുരട്ടി വെച്ചിട്ട് കാണുന്നുണ്ട്. മുളക് പൊടി ഒരുപാട് കുട്ടികൾ വാങ്ങി തിന്നുന്നുണ്ട്.
ഇവിടെ ഇപ്പോൾ നമ്മൾ കാർട്ടൂണിലും കാണുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, പിന്നെ അങ്ങനെ കഥകളിൻ്റെ ചിത്രം വരച്ചിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പേപ്പറിൻ്റെ അകത്ത് വരച്ചിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ, ആളെ ആകർഷിക്കാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ അവർ വിൽക്കുന്ന സാധനത്തിൻ്റെ വിലവിവര പട്ടിക റെഡിയാക്കി വെച്ച് കാണുന്നുണ്ട്. പേപ്പർ കൊണ്ട് കവറിലാക്കി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറം തന്നെ ഹെയർ ബാൻഡ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടാണെന്നുണ്ട്. തൊട്ടപ്പുറം പച്ചക്കറി, അങ്ങനെ വിവിധ തരത്തിലുള്ള കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ അമ്മ ഇതാക്കാൻ കുറേ ടൈം എടുക്കും. ഒരു മണിക്കൂർ എങ്ങനെയെങ്കിലും ഇളക്കണം, കുറേ സമയം ഇളക്കി കൊണ്ടുപോകണം. പിന്നെ ഇത് ഞാൻ ഭാഗ്യത് പറഞ്ഞാൽ എൻ്റെ അമ്മ ആക്കിയതാണ്. എൻ്റെ അമ്മ ഇത് ആക്കുന്ന സാധനം വാങ്ങിയത് കണ്ണൂരിൽ നിന്നാണ്. അവിടെ ഇതെല്ലാം കിട്ടും. പിന്നെ ഇത് നല്ല പ്രൊജക്റ്റാണ്. ഇതിപ്പോൾ ഇത് അലക്കുന്നുണ്ട്, പിന്നെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നുണ്ട്, പിന്നെ പാത്രം കഴുകുന്നതാണ് ഇതിലിപ്പോൾ മെയിനായിട്ടുള്ളത്. സ്കൂളിൽ അങ്ങനെ ഒരു ഓപ്പൺ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതി തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കുട്ടികൾ തന്നെയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. പ്രഭാകരൻ മാഷ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുട്ടികൾ തന്നെയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള പൊതുജന വായനശാലക്ക് പുസ്തകം സംഭാവനയായി നൽകുന്നതാണ് കാണുന്നത്. ലൈബ്രറീൻ്റെ ഭാരവാഹികൾ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്.
സ്കൂളിൻ്റെ മേലെ നിന്ന് താഴെയുള്ള ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടി മേലേക്ക് ഇരുതായിരുന്നു. അന്നേരമാണ് മേലത്തെ ക്ലാസ് മുറിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത് കാണുന്നത്. ഇത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള കതിവന്നൂർ വീരൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു കലാരൂപമാണ് ഇവിടെ കാണുന്നത്. അത് പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് 7ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് ഇത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിന് നിയാസ് മാഷ്, അതുപോലെ ഹരിഗോവിന്ദ് മാഷ് തുടങ്ങിയവരാണ് സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള ആടാഭരണങ്ങൾ, അതുപോലെ മുടി എല്ലാം തയ്യാറാക്കിയത് 7ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെണ്ടമേളത്തിൻ്റെ കാര്യമാണ്. നമ്മൾ തെയ്യത്തിന് വേണ്ടി കൊട്ടുന്ന അതേ താളത്തോടെ തന്നെയാണ് കുട്ടികൾ ചെണ്ട കൊട്ടുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഈ കുട്ടികളെ മിടുക്കിനെ ഞാൻ കാണുന്നത്. കതിവന്നൂർ മാങ്ങാട് മണിഗ്രാമത്തിന്റെ വീരയോദ്ധാവ്. സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരും അനുഗ്രഹം പകർന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. 7ാം ക്ലാസ് പഠിക്കുന്ന ഋതുവാണ് ഈ കലാരൂപം കെട്ടിയിട്ടുള്ളത്. പഠനോത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഏറെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ സ്കൂൾ കോടതി, ക്ലാസ് മുറി തന്നെയാണ് സ്കൂൾ കോടതിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. CC നമ്പർ 312/2023 വിറ്റ്നസ് ആൻഡ് കംപ്ലയിന്റ് ഈസ് പ്രസന്റ്. അന്ന് 4ാം തീയതി കുളിക്കാരോട് ഭക്ഷണം നന്നായി വാങ്ങിയിരുന്നു. വേണമെങ്കിൽ തന്റെ അതാണ്. 7 ടൈം ടേബിൾ ഇവിടെ ഹാജരാക്കിയിട്ടില്ല. ക്ലാസ് ടീച്ചർ സിദ്ധാർത്ഥ ഇതിൽ കക്ഷിയായിരുന്നു. ഞാൻ ഇക്കാര്യം കണ്ടതാണ്. ഞാൻ കൈ കഴുകാൻ പോയപ്പോഴാണ് ഇത് ഭക്ഷണം കളഞ്ഞത്. തൊട്ടും കളിക്കാരാണ് അവർ ഭക്ഷണം കളയുന്നത് ഞാൻ കണ്ടത്. മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസ് നടന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കെവിൻ കാർട്ടറുടെ പ്രസിദ്ധമായ ഫോട്ടോ കോടതി ചൂണ്ടിക്കാട്ടുന്നു. പട്ടിണി കിടക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയതിനാൽ ഈ കേസിലെ തിരുത്തൽ ഭാഗം ഋതു കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിധി അടുത്ത മാസം 4ലേക്ക് മാറ്റിയിരിക്കുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഏത് പരാതിയും ഇവിടെ ബോധിപ്പിക്കാനും അതിനുള്ള പരിഹാരം കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു കോടതി സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഇവിടെ നടന്ന വിഷയം എന്ന് വെച്ചാൽ ഒരു കുട്ടി ഭക്ഷണം വേസ്റ്റാക്കി എന്നാണ് കേസ്.
ഇന്നത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കോടതി ജീവനക്കാർ, 2 വക്കീലന്മാർ, പിന്നെ അതുപോലെ ദിക്സാക്ഷി, ജഡ്ജി, ഇവരെല്ലാം നമ്മൾ കാണുന്നത്. പ്രതി പുറത്തേക്ക് പോയിട്ടുണ്ട്, പ്രതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വക്കീലിന്, അതായത് സഹപാഠിനെ വക്കീലായിട്ട് നിയമിക്കാനുള്ളൊരു അവകാശം കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. സ്കൂൾ ബസ്സും കാത്ത് കുട്ടികളിങ്ങനെ വെയിറ്റ് ചെയ്യുമെന്ന് കുറേ വിദ്വാന്മാർ ഇവിടെ നിരത്ത് കിടന്നിട്ടാന്നുള്ളത്. അത് ക്ഷീണിച്ചു പോയി തോന്നുന്നു അവർ. ബസ് കാത്തുനിന്ന് ക്ഷീണിച്ചു പോയതാണോ അല്ല പഠിച്ച് ക്ഷീണിച്ചു പോയതാണോ എന്നറിയില്ല. ഓടി വന്നിട്ടുണ്ട്.